CPM ആരോപണം തള്ളുകയാണ് വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി ജോസഫ്. ആരോപണം നിരുത്തരവാദിത്വപരമാണ്. പ്രതി വിനീഷിനെ സ്കൂളിൽ പഠിപ്പിച്ചതല്ലാതെ യാതൊരു ബന്ധവുമില്ല എന്നും റെജി ജോസഫ് മീഡിയ വണിനോട് പറഞ്ഞു. വഴിക്കടവ് വെള്ളക്കട്ടയിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ വനമന്ത്രി ശശീന്ദ്രനും അതോടൊപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആരോപണം ഉന്നയിച്ചതിൽ ഇവിടുത്തെ വഴിക്കടവ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജിമോൻ റെജിമാഷ് അദ്ദേഹത്തിന്റെ കൂടി ഒരു പങ്കാളിത്തം ഉണ്ട് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വനമന്ത്രിയുടെയും MV ഗോവിന്ദ മാസ്റ്ററുടെയും വാക്കുകൾ കേട്ടു എന്ന് തോന്നുന്നു. എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരും കേരളത്തിലെ പൊതുസമൂഹം ഒരു വിലയിരുത്തട്ടെ. ഈ ഒരു നാടും ഈ ഒരു പ്രദേശവും ബന്ധുമിത്രാദികളും ഞങ്ങളെല്ലാവരും ഈ അതിദാരുണമായ ഒരു ദുരന്തത്തിൽ വളരെ ദുഃഖകരമായി നിൽക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഈ നാട് കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ഞാൻ പഠിപ്പിച്ചൊരു വിദ്യാർത്ഥി കൂടി ഇന്നിവിടെ മരണപ്പെട്ടിരിക്കുന്നത്. ഒരു അധ്യാപകൻ നിലയ്ക്കും ഒരു പൊതുപ്രവർത്തന നിലയ്ക്കും ഈ പൊതുസമൂഹത്തിന് എന്നെ അറിയാം. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അത് കേരളത്തിലാണ് ഇദ്ദേഹം ഈ പറയുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ സംശയം. തീർച്ചയായിട്ടും ഇത് കേരള സമൂഹം അല്ലെങ്കിൽ നിലമ്പൂരിലെ ജനം തീർച്ചയായിട്ടും ഇത് പുച്ഛത്തോടെ തള്ളിക്കളയും എന്നൊരു യാതൊരു സംശയമില്ല. ഈ വിനീഷ് എന്റെ സ്കൂളിൽ 7ാം ക്ലാസ്സിൽ വരെ പഠിച്ച വിദ്യാർത്ഥി എന്നതപ്പുറത്തേക്ക് അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ല. ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹവും നേരിട്ട് യാതൊരു പരിചയവുമില്ല. എന്തുകൊണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചെന്ന് ആലോചിക്കുന്നുള്ളൂ? തീർച്ചയായിട്ടും ഇതിന്റെ ആരോപണ വിധേയരായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വനംവകുപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഈ പ്രദേശവാസികളോട് തന്നെ അന്വേഷിച്ചറിയാം. നിരവധി തവണ ഈ പറഞ്ഞ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വനംവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണ അല്ലെങ്കിൽ KSBയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ അനധികൃതമായ പന്നിവേട്ടയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ പരാതിപ്പെട്ടിട്ടും ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ നടപടി എടുക്കുന്നില്ല. എടുക്കേണ്ട അധികൃതർ നടപടി എടുക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിലത്ത് രാഷ്ട്രീയം കലർത്തുന്നത്, മരണത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന അതിനീചവും നിന്ദ്യവുമായ ഒരു നിലപാടാണ് CPMന്റെ നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ സ്വീകരിക്കുന്നത്. തീർത്തും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സിലേക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നൊരു പ്രസ്താവനയായിട്ട് മാത്രമേ അതിന് നമുക്ക് കാണാൻ കഴിയുള്ളൂ. കാര്യം കൂടെ ഗോവിന്ദ മാഷ് പറഞ്ഞു, ഇവിടുത്തെ കാട്ടുപന്നികളുടെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല എന്നുകൂടി പറയുന്നുണ്ട് പഞ്ചായത്ത്. ഇവിടെ ഒരു അബ്ദുൾ ഗഫൂർ എന്ന ഷൂട്ടറാണ് നമുക്ക് പ്രധാന 3 ഷൂട്ടർമാർക്കാണ് നമ്മൾ പെർമിറ്റ് കൊടുത്തിട്ടുള്ളത്, ലൈസൻസ് കൊടുത്തിട്ടുള്ളത്. അതിൽ വഴിക്കടവ് പഞ്ചായത്തിൽ മാത്രം 107 പന്നികളെ നമ്മൾ വെടിവെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് അതിന്റെ തുകയും നമ്മൾ കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ വെള്ളക്കെട്ട് വാർഡിനെ സംബന്ധിച്ച് 27 പന്നികളെയാണ് നമ്മൾ വെടിവെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം പെരുന്നാളിനനുബന്ധിച്ച് ഒരു കാള അറിവിന് കൊണ്ടുവന്ന കാള വരണ്ടോടിയപ്പോൾ നമ്മൾ പോലീസിന്റെ കയ്യിലാണ് ഇപ്പോൾ തോക്കുള്ളത്. കളക്ടറുടെ പ്രത്യേക ഇലക്ഷൻ ആയതുകൊണ്ട് തോക്കെല്ലാം ഇവിടെ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റാണ്. അപ്പം ഞാൻ തന്നെ ഈ കാള വരണ്ടോടിയപ്പോൾ ഒരു അപകടാവസ്ഥ വന്നപ്പോൾ ഞാൻ വഴിക്കടവ് SHOനെ വിളിച്ചപ്പോൾ അത് കളക്ടറുടെ പെർമിഷനോട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് നമ്മൾ മറ്റൊരു ഷൂട്ടറെ വിളിച്ചിട്ടാണ്, പുറത്തുള്ള പഞ്ചായത്തിലെ ഷൂട്ടറെ വിളിച്ചിട്ടാണ് നമ്മൾ ആ കാളയെ തന്നെ നമുക്ക് വെടിവെക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി നേരിടുന്ന പ്രദേശത്ത് 17 വാർഡുകൾ ഇവിടെ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടു. പിന്നെ എന്തിനാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് അതിൽ നടപടിയെടുക്കേണ്ടത്. ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നാണ് ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിയെടുക്കണമെന്ന്. അതിന് നടപടിയെടുക്കാതെ കേവലം പഞ്ചായത്തിന് മുകളിലേക്ക് ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് അത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകും. അത് അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുള്ള ഒളിച്ചോടൽ മാത്രമായിട്ട് ഞങ്ങൾക്ക് അതിനെ വിലയിരുത്താൻ കഴിയുള്ളൂ. എന്തായാലും വനമന്ത്രിയുടെ പ്രസ്താവനയും ആരോപണവും തള്ളിക്കളയുകയാണ് റെജിമാഷ്. വിപിൻ ജെയിംസിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ വൺ, നിലമ്പൂർ.